ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ഡ്രൈവിംഗ് മേഖലയിൽ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഈ വർഷം ഒരു സുവർണാവസരമാണ്. കാരണം ഒരുപാട് നോട്ടിഫിക്കേഷനുകളാണ് ഈ വർഷം കാത്തിരിക്കുന്നത് അല്ലേ. ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ വന്നു കഴിഞ്ഞു, അതിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കൃത്യമായിട്ടുള്ള പഠനമാണ് അല്ലേ. നമ്മൾ ചുമ്മാ പഠിച്ചെത്തിയാൽ നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനോ റിവിഷൻ ചെയ്യാനോ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് നോക്കാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഇന്നിവിടെ നമ്മൾ നമ്മുടെ ബാച്ചിൽ കൊടുക്കുന്ന ഒരു 60 ദിവസത്തെ ടൈം ടേബിളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഈ 60 ദിവസം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ സിലബസ് കവർ ചെയ്യാനും പ്രോപ്പറായിട്ട് റിവിഷൻ നടത്താനും അതേപോലെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും എല്ലാം സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ഈ 60 ദിവസത്തെ ടൈം ടേബിളാണ് കണ്ടോ. നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് 2 ടൈം ടേബിളുണ്ട്. ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ അതുപോലുള്ള ഡ്രൈവർ, യൂണിഫോം ഡ്രൈവറിലേക്ക് വേണ്ടിയുള്ള ടൈം ടേബിളാണ്. ആദ്യം നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നു അല്ല. ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, അങ്ങനെ ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം, വേൾഡ് ഹിസ്റ്ററിയിൽ അത്രയും ടോപ്പിക്കുകൾ നമ്മൾ 1ാമത്തെ ദിവസം പഠിക്കുകയാണ് അല്ലെ. ആ 1ാം ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം നമ്മൾ മാത്സ് പഠിക്കുകയാണ് അല്ലെ. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശ്രേണികളും സംഖ്യാശ്രേണികളും അക്ഷരശ്രേണികളും അല്ലെ. പക്ഷെ നമ്മൾ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ആണ് എങ്കിൽ അതിൽ മാത്സ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു ടൈം ടേബിൾ മാത്സ് ഒഴിവാക്കിയാണ് പഠനം നടക്കുന്നത്. 3ാം ദിവസം നമ്മൾ പഠിക്കുന്നത് ജോഗ്രഫിയാണ് അല്ലെ. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, ഇന്ത്യൻ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. ആ ക്ലാസ്സുകൾ കണ്ട് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 4ാം ദിവസം ആവുന്നു. 4ാം ദിവസം നമ്മൾ പഠിക്കുന്നത് കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നീ ടോപ്പിക്കുകളാണ് നമ്മൾ 4ാമത്തെ ദിവസം പഠിക്കുന്നത് അല്ലേ. ആ ടോപ്പിക്കുകളുടെ ആപ്പിലുള്ള വീഡിയോസ് നമ്മൾ കാണുന്നു, നമ്മളത് കൃത്യമായിട്ട് പഠിക്കുന്നു. വീണ്ടും 5ാമത്തെ ദിവസം ആകുന്നു. നമ്മൾ 5ാം ദിവസം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്സിനാണ് കണ്ടോ. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്, അതേപോലെ മോട്ടോർ വാഹന നിയമം തുടങ്ങിയ ടോപ്പിക്കുകളാണ് നമ്മൾ 5ാമത്തെ ദിവസം പഠിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ 6ാമത്തെ ദിവസത്തിലാകുമ്പോൾ കണ്ടോ, 6ാമത്തെ ദിവസം എന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ച് റിവിഷൻ ഡേ ആണ്. നമുക്കറിയാം പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, മറന്നു പോകും. അപ്പം മറന്നു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ 6ാമത്തെ ദിവസം നമ്മൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കുന്നു. നമ്മൾ 5 ദിവസം പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് 6ാമത്തെ ദിവസം റിവിഷൻ ചെയ്യുന്നു അല്ലേ. അങ്ങനെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനും, അവിടെ റിവിഷൻ മാത്രമല്ല, നിങ്ങൾ ഈ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തും ഉണ്ടാവും, ഒരു മോഡൽ എക്സാമും ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ 6ാമത്തെ ദിവസം നടക്കുന്നത്. പിന്നീടുള്ള കാര്യങ്ങൾ ഓരോരോ ദിവസങ്ങളിലായിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ 6 ദിവസം കഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും കൂടുന്നതനുസരിച്ച് ടൈം ടേബിൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഓരോ ടോപ്പിക്കും അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. അങ്ങനെ ഓരോ 6 ദിവസം, അടുത്ത 12ാമത്തെ ദിവസം ആകുമ്പോൾ അടുത്ത റിവിഷൻ ഉണ്ടാവും. 18ാമത്തെ ദിവസം അടുത്ത റിവിഷൻ, 24ാമത്തെ ദിവസം അങ്ങനെ അടുത്ത റിവിഷൻ. അങ്ങനെ ഓരോരോ റിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കണ്ടോ 30 റിവിഷൻ നടത്തുന്നു. ഇങ്ങനെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനത്തിന് നമ്മൾ ആവശ്യം അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചുമ്മാ ഇവിടുന്നൊക്കെ പഠിക്കാതെ ഒരു ടൈം ടേബിൾ, പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, അന്നൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസ് കവർ ചെയ്യാനും അതേപോലെ കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ കണ്ടോ. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക്കുകൾ വീതം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സിലബസ് പ്രകാരം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഓരോ സബ്ജക്റ്റിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിന് ബേസ് ചെയ്താണ് നമ്മൾ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ട ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കണ്ടോ MV ആക്ട് സെക്ഷൻ, അതേപോലെ എഞ്ചിൻസ് എന്ന് പറയുന്ന സെക്ഷൻ. അങ്ങനെ നമ്മൾ 60 ദിവസം ആകുമ്പോൾ നമ്മുടെ സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയോട് കൂടി നമ്മൾ നിർമ്മിച്ച ഒരു ടൈം ടേബിളാണ് നമ്മുടെ ഈ 60 ദിവസത്തെ ടൈം ടേബിൾ. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ആ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യാനും എക്സാം അറ്റൻഡ് ചെയ്യാനും റിവൈസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു അല്ലേ. ഇപ്പോൾ നിങ്ങൾ 60 ദിവസം ആകുമ്പോൾ നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഒന്നുകൂടി റിവിഷൻ ഈ സിലബസ് സ്റ്റാർട്ട് ചെയ്യാണ്. വീണ്ടും നമ്മൾ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. വീണ്ടും 1 മുതൽ 60 വരെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. നമ്മൾ വീണ്ടും 1 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം എക്സാമിന് മുമ്പ് ഏകദേശം 2 പ്രാവശ്യത്തിലധികമെങ്കിലും ഈ സിലബസുകളിലൂടെ പോകാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാനും യൂസ്ഫുൾ ആണ്. എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
ഡ്രൈവർ കോംബോ ബാച്ച് എന്ന് പറയുന്ന ബാച്ച്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, സ്പെഷ്യൽ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. വീക്ക്ലി എക്സാമുകൾ, അതേപോലെ എക്സ്ട്രാ ലൈവുകൾ, ഒരു വീക്കിൽ ഏകദേശം 3 ലൈവുകൾ, നമ്മുടെ റെക്കോർഡ് ക്ലാസ് കൂടാതെ 3 ലൈവ് സെക്ഷനുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പും PDF നോട്ട്സുകളും, പിന്നീട് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനം തുടങ്ങിയാണ് നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ ഡ്രൈവർ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ലിങ്കിലൂടെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയലുകളും ബാക്കിയുള്ള കണ്ടന്റുകളും എല്ലാം നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.